അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ടിലെ ഒന്നാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. തദ്രീബാത്ത് നാം നോക്കുന്നതിന് മുമ്പ് ഈ പാഠത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യം നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാം. അദ്ദർസുൽ അവൽ, ഒന്നാമത്തെ പാഠം, വൻ ഷക്കൽ ഖമർ. അങ്ങ് നബിയാണെന്നതിന് എന്താണ് തെളിവ്? മക്കക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർണ്ണ ചന്ദ്രനെ രണ്ടായി പിളർത്തി കാണിച്ചു കൊടുത്തു. ഈ മുഅ്ജിസത്ത് കണ്ട് പലരും ഇസ്ലാം സ്വീകരിച്ചു. എന്താണ് മുഅ്ജിസത്ത്? മാജിദ ചോദിച്ചു. നബിമാരിലൂടെ അല്ലാഹു തആല വെളിപ്പെടുത്തുന്ന അസാധാരണ സംഭവങ്ങളാണ് മുഅ്ജിസത്ത്. ഉസ്താദ് പറഞ്ഞു. എന്തിനാണ് അല്ലാഹു തആല മുഅ്ജിസത്ത് നൽകുന്നത്? മുഫീദ ചോദിച്ചു. മുഫീദ ചോദിച്ചതിന് ഉസ്താദ് മറുപടി പറയുകയാണ്. നബിമാരാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കാനാണത്. മറ്റു നബിമാർക്കും മുഅ്ജിസത്ത് ഉണ്ടോ? ആദിൽ ചോദിച്ചു. ഉസ്താദ്, ഉണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ വടി നിലത്തിട്ടാൽ പാമ്പാകുമായിരുന്നു. അക്കാലത്തെ സാഹിര്യങ്ങൾ മൂസ അലൈഹിസ്സലാമിൻ്റെ മുമ്പിൽ തോറ്റുപോയി. ഈസാ നബി അലൈഹിസ്സലാം അന്ധരെയും പാണ്ഡുരോഗമുള്ളവരെയും സുഖപ്പെടുത്തി, മരിച്ചവരെ ജീവിപ്പിച്ചു. അന്നത്തെ വൈദ്യന്മാർ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി. ഏറ്റവും കൂടുതൽ മുഅ്ജിസത്തുള്ള നബി ആരാണ്? ഉമേർ ചോദിച്ചു. ഉസ്താദ്, നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇസ്രാ മിഅ്റാജ്, കൈവിരലുകൾക്കിടയിലൂടെ വെള്ളം ഉറവെടുക്കൽ, അദൃശ്യ കാര്യങ്ങൾ പ്രവചിക്കൽ, രോഗം സുഖപ്പെടുത്തൽ, ഭക്ഷണം വർദ്ധിപ്പിക്കൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളിൽ ചിലതാണിവ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ ഖുർആനാണ്. അത് എന്നെന്നും നിലനിൽക്കുകയും ചെയ്യും. അക്കാലത്തെ സാഹിത്യകാരന്മാരെ അത് അത്ഭുതപ്പെടുത്തി. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്തിന് സമാനമായതുപോലും കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇന്നും ഖുർആനിലെ ആയത്തുകൾ ശാസ്ത്രജ്ഞരെയും ചിന്തകരെയും അത്ഭുതപ്പെടുത്തുന്നു. ഗർഭസ്ഥ ശിശുവിൻ്റെ മാറ്റങ്ങളുടെ ഘട്ടങ്ങൾ, ഭൂമിയുടെ ആകൃതി തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ശാസ്ത്രം കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ പിൻപറ്റി ജീവിക്കുന്നവരിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഈ പാഠത്തിന്റെ അവസാനത്തിൽ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നു. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അൽ ഖുർആനു ഹുവ അക്ബറുൽ മുഅ്ജിസാത്ത്. ഖുർആനാണ് ഏറ്റവും വലിയ മുഅ്ജിസത്ത്. തദ്രീബാത്തിൽ ഒന്നാമത്തെ പ്രവർത്തനം, നഖ്റഉ വനക്തുബ്. ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ വായിച്ച് അതുപോലെ തന്നെ എടുത്ത് ഓരോ ബോക്സിൽ എഴുതണം. സാഹിറൂൻ, അൽ ഖുർആനു ഷരീഫ്, സൂറത്തുൻ, മുഅ്ജിസത്ത്. ഇപ്പുറത്ത് നോക്കൂ. ആയത്തുൻ, ഇൻഷഖ, അൽ ഖമറു, ഈസാ അലൈഹിസ്സലാം. തദ്രീബാത്തിൽ രണ്ടാമത്തെ പ്രവർത്തനം, നുജീബു ബികലിമ. 1. നബിമാരിലൂടെ അല്ലാഹു വെളിപ്പെടുത്തുന്ന അസാധാരണ സംഭവങ്ങളുടെ പേരെന്ത്? ഉത്തരം, മുഅ്ജിസത്ത്. രണ്ടാമത്തെ ചോദ്യം, മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ഒരു മുഅ്ജിസത്ത് എഴുതുക. ഉത്തരം, മൂസ അലൈഹിസ്സലാമിൻ്റെ വടി നിലത്തിട്ടാൽ പാമ്പാകുമായിരുന്നു. 3. ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ഒരു മുഅ്ജിസത്ത് എഴുതുക. ഉത്തരം, ഈസാ അലൈഹിസ്സലാം അന്ധരെയും പാണ്ഡുരോഗമുള്ളവരെയും സുഖപ്പെടുത്തി. 4. ഏറ്റവും കൂടുതൽ മുഅ്ജിസത്തുള്ള നബി ആര്? ഉത്തരം, ഏറ്റവും കൂടുതൽ മുഅ്ജിസത്തുള്ള നബി നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. 5. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്ജിസത്ത് ഏത്? ഉത്തരം, വിശുദ്ധ ഖുർആൻ.
തദ്രീബാത്തിൽ മൂന്നാമത്തെ പ്രവർത്തനം നസിൽ, യോജിച്ചവ പരസ്പരം ചേർക്കാനുള്ളതാണ്. മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വാലിഹ് അലൈഹിസ്സലാം, യൂസുഫ് അലൈഹിസ്സലാം. ഇപ്പുറത്ത് നോക്കൂ. മിഅ്റാജ്, അത്ഭുത ഒട്ടകം, സ്വപ്ന വ്യാഖ്യാനം, വടി പാമ്പാക്കൽ, പാണ്ഡ്യരോഗികളെ സുഖപ്പെടുത്തൽ. വലതുഭാഗത്ത് നബിമാരുടെ പേരും ഇടതുഭാഗത്ത് അവരുടെ മുഅ്ജിസത്തുകളും കൊടുത്തിട്ടുണ്ട്. ഓരോന്നിനും യോജിച്ചത് അതിന് നേരെ എഴുതണം. 1. മൂസ അലൈഹിസ്സലാം, ശരിയുത്തരം വടി പാമ്പാക്കൽ. ഈസ അലൈഹിസ്സലാം, പാണ്ഡ്യരോഗികളെ സുഖപ്പെടുത്തൽ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മിഅ്റാജ്. സ്വാലിഹ് അലൈഹിസ്സലാം, അത്ഭുത ഒട്ടകം. യൂസുഫ് അലൈഹിസ്സലാം, സ്വപ്നവ്യാഖ്യാനം. തദ്രീബാത്തിൽ നാലാമത്തെ പ്രവർത്തനം നുഫക്കിറു വനജിദ്, ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഖുർആനാണ്, തെളിവ് കണ്ടെത്തുക. അപ്പോൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ ഖുർആനാണ്. അത് എന്നെന്നും നിലനിൽക്കുകയും ചെയ്യും. അക്കാലത്തെ സാഹിത്യകാരന്മാരെ അത് അത്ഭുതപ്പെടുത്തി. ഖുർആനിലെ ഏറ്റവും ചെറിയ ഒരു സൂറത്തിന് സമാനമായതുപോലും കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇന്നും ഖുർആനിലെ ആയത്തുകൾ ശാസ്ത്രജ്ഞരെയും ചിന്തകരെയും അത്ഭുതപ്പെടുത്തുന്നു. ഗർഭശിശുവിൻ്റെ മാറ്റങ്ങളുടെ ഘട്ടങ്ങൾ, ഭൂമിയുടെ ആകൃതി തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ശാസ്ത്രം കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. തദ്രീബാത്തിൽ അഞ്ചാമത്തെ പ്രവർത്തനം നുൻഷ ഉൽ ജുമൽ. ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് വാചകങ്ങൾ നിർമ്മിക്കണം. 1. ഉറവ, കൈവിരലുകൾക്കിടയിലൂടെ വെള്ളം ഉറവെടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളിൽ പെട്ടതാണ്. അടുത്ത വാക്ക് നോക്കൂ. സുഖപ്പെടുത്തി, ഈസാ നബി അലൈഹിസ്സലാം പാണ്ഡുരോഗമുള്ളവരെ സുഖപ്പെടുത്തി. അടുത്ത വാക്ക് നോക്കൂ. പിളർത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചന്ദ്രനെ 2 പിളർത്തി മക്കക്കാർക്ക് കാണിച്ചു കൊടുത്തു. അടുത്ത വാക്ക് നോക്കൂ. സംഭവം, നബിമാരിലൂടെ അല്ലാഹു തആല വെളിപ്പെടുത്തുന്ന അസാധാരണ സംഭവമാണ് മുഅ്ജിസത്ത്. അടുത്ത വാക്ക് നോക്കൂ. പിൻപറ്റി, ഖുർആൻ പിൻപറ്റി നാം ജീവിക്കണം. തദ്രീബാത്തിൽ ആറാമത്തെ പ്രവർത്തനം തഖ്സീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളുടെ പട്ടിക തയ്യാറാക്കുക. നമുക്ക് തയ്യാറാക്കാം. 1. പൂർണ്ണ ചന്ദ്രനെ 2 പിളർത്തൽ. രണ്ടാമത്തത് ഇസ്രാ മിഅ്റാജ്. 3. കൈവിരലുകൾക്കിടയിലൂടെ വെള്ളം ഉറവെടുക്കൽ. 4. അദൃശ്യ കാര്യങ്ങൾ പ്രവചിക്കൽ. 5. രോഗം സുഖപ്പെടുത്തൽ. 6. ഭക്ഷണം വർദ്ധിപ്പിക്കൽ. 7. വിശുദ്ധ ഖുർആൻ. ഈ പാഠവും ഈ പാഠത്തിലെ തദ്രീബാത്തും കൂട്ടുകാർക്ക് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.